ഏഷ്യ കപ്പും ICC ഇവൻറ്റുകളും മാത്രമല്ല, ഇന്ത്യ പാക് പൊളിറ്റിക്കൽ ടെൻഷൻ ക്രിക്കറ്റിലെ സകല മേഖലകളിലേക്കും ബാധിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിലെ ക്രിക്കറ്റിനെ പോലും ഇത് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദ 100ലേത്. പോയ 5 വർഷമായി ഇംഗ്ലണ്ടിൽ നടന്നു വരുന്ന കുട്ടി ക്രിക്കറ്റിലെ ഒരു പരീക്ഷണമാണ് ദ 100. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു ക്രിക്കറ്റാണിത്. ക്രിക്കറ്റിലെ സകല കൊമേഴ്സ്യൽ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂർണമെൻറ്റ്. ഓവറുകൾക്ക് പകരം 100 പന്തുകളാണ് ഒരു ഇന്നിങ്സിലുണ്ടാകുക. 25 പന്തുകൾ വരെ പവർ പ്ലേ. ഒരു ബൗളർക്ക് പരമാവധി 20 പന്തുകൾ എറിയാം. ഒരു ബൗളർക്ക് 5 മുതൽ 10 വരെ പന്തുകൾ കണ്ടിന്യൂസായി എറിയാമെന്നിങ്ങനെ നിരവധി കൗതുകങ്ങളുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിനെ വിശുദ്ധമായി കാണുന്ന ഇംഗ്ലീഷ് കാണികളെ ഗാലറിയിലേക്ക് എത്തിക്കാൻ ഈ 2.5 മണിക്കൂർ കളി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ദ 100ൽ ആകെ 8 ടീമുകളാണുള്ളത്. ഗ്ലോബൽ ക്രിക്കറ്റിനെ കൈപ്പിടിയിലാക്കിക്കൊണ്ടിരിക്കുന്ന IPL ടീം ഉടമകൾ ദി 100ലേക്കും കാലെടുത്തു വെച്ചതോടെ സമവാക്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. 8ൽ 4 ടീമുകളും നിലവിൽ IPL ഉടമകളുടേതാണ്. ക്രിക്കറ്റിൻ്റെ ജന്മദേശത്തെ ബ്രിട്ടൻ്റെ കോളനി രാജ്യം വിലക്കെടുക്കുന്ന ചരിത്രത്തിൻ്റെ വൈപരീത്യം. സൺറൈസേഴ്സ് ലീഡ്സ്, മാഞ്ചസ്റ്റർ സൂപ്പർ ജയൻസ്, സതേൺ ബ്രേവ്, MA ലണ്ടൻ എന്നിങ്ങനെ 4 ടീമുകളാണ് IPL ഉടമകളുടെ പേരിലുള്ളത്. ജൂണിൽ നടക്കുന്ന ടൂർണമെൻറ്റിന് മുന്നോടിയായി മാർച്ച് 11 വനിതകളുടെയും 12 പുരുഷന്മാരുടെയും മെഗാലേലം അരങ്ങേറാൻ ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കി ഒരു വാർത്തയെത്തുന്നത്. ഫെബ്രുവരി 19 BBC റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇങ്ങനെ: IPL ലിങ്ക്ഡ് ടീംസ് നോട്ട് കൺസിഡറിംഗ് പാകിസ്ഥാൻ പ്ലേയേഴ്സ്. അഥവാ IPL ഉടമസ്ഥതയിലുള്ള ടീമുകൾ പാകിസ്ഥാൻ താരങ്ങളെ ലേലത്തിൽ പരിഗണിക്കില്ല. IPL ഉടമകൾ ടീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത്തരമൊരു അൺറിട്ടൺ റൂൾ വെച്ചിരുന്നതായും BBC റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നാലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളെല്ലാം ഇത് വലിയ വാർത്തയാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1000ഓളം താരങ്ങൾ 100 ലേലത്തിൽ പേര് നൽകിയിട്ടുണ്ട്. ഇതിൽ 63-ലേറെ പേർ പാക് താരങ്ങളാണ്. സൽമാൻ ആഗ, ഷഹീൻ അഫ്രീദി, ഉസ്മാൻ താരിഖ്, സൈം അയ്യൂബ് അടക്കമുള്ളവരെല്ലാം ഇതിൽ ഉൾപ്പെടും. പോയ വർഷം മുഹമ്മദ് ആമിറും ഇമാദ് വസീമും 100ൽ കളിച്ചിരുന്നു. ഷഹീൻ ഷാ അഫ്രീദി, ഷദാബ് ഖാൻ, ആരിസ് റൂഫ് അടക്കമുള്ളവരും മുമ്പ് 100ൽ കളിച്ചവരാണ്. പൂർണ്ണമായും IPL ഫ്രാഞ്ചൈസികൾ നിയന്ത്രിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ SA20യിൽ ഒരു പാക് താരത്തെ പോലും കളിപ്പിച്ചില്ലെന്നും UAEയിലെ IL T20യിൽ ഇന്ത്യൻ ഉടമകളുടെ ടീമിൽ പാക് താരങ്ങളില്ലെന്നും BBC റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് IPL ഉടമകൾ പാക് താരങ്ങളെ എടുക്കാൻ പേടിക്കുന്നത്? ഈ ചോദ്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ കാണികളിൽ നിന്നുള്ള പ്രതിഷേധമാണ്. അത് തങ്ങളുടെ IPL ടീമുകളെ വരെ ബാധിക്കുമോ എന്നവർ ഭയപ്പെടുന്നു. മറ്റൊന്ന്, IPL ഉടമകളെല്ലാം വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കൈയാളുന്നവരാണ്. പാക് താരങ്ങളെ എടുക്കുന്നതിലൂടെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉണ്ടാകുമോ എന്നും അവർ ഭയപ്പെടുന്നു. പാക് താരങ്ങളുമായി കരാർ ഒപ്പിടുന്നതിൽ BCCIക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രധാനമായും IPLനെയും ബാധിക്കുമെന്നതുകൊണ്ടാണത്. പാക് ക്രിക്കറ്റ് ബോർഡുമായുള്ള മോശം ബന്ധവും മറ്റൊരു കാരണമാകാം. എന്നാൽ തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ മറ്റു രാജ്യങ്ങളുടെ രാഷ്ട്രീയം കലരുന്നതിൽ ഇംഗ്ലീഷ് ആരാധകരും അസ്വസ്ഥരാണ്. ബ്രിട്ടനിലെ മാധ്യമങ്ങളെല്ലാം ഇതിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് കാണുന്നത്. പാക് താരങ്ങളെ 100ൽ നിന്നും മരവിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ മരണമായിരിക്കുമെന്നാണ് ദ ടൈംസിൻ്റെ തലക്കെട്ട്. ദ ടെലഗ്രാഫിൽ ഈ വിഷയത്തിൽ ലേഖനം എഴുതിയത് മുൻ ഇംഗ്ലീഷ് നായകൻ മൈക്കൽ വോൺ ആണ്. വിഷയത്തിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് വേഗത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അത് ഇംഗ്ലീഷ് ക്രിക്കറ്റിന് നാണക്കേടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IPLൽ പാക് താരങ്ങളെ എടുക്കാത്തതുപോലെയല്ല മറ്റു രാജ്യങ്ങളിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വിഷയത്തിൽ പ്രതികരണവുമായി ഇംഗ്ലീഷ് വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും രംഗത്തെത്തി. നിലവിൽ 100ലെ ഏറ്റവും ശമ്പളം പറ്റുന്ന താരമായ ബ്രൂക്ക് സൺറൈസേഴ്സ് ലീഡ്സിൻ്റെ താരമാണ്. വിഷയത്തിൽ ബ്രൂക്കിൻ്റെ പ്രതികരണം ഇങ്ങനെ: പാകിസ്ഥാൻ ഒരു മഹത്തായ ക്രിക്കറ്റ് രാജ്യമാണ്. ഒരുപാട് വർഷങ്ങളായി മികച്ച താരങ്ങളെ അവിടെ നിന്നും കാണുന്നു. അവരെയൊന്നും 100ൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു നാണക്കേടായിരിക്കും. ബ്രൂക്ക് 2020 ലോകകപ്പിനിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ലേലം സുതാര്യമായിരിക്കുമെന്നും ടീമുകൾക്ക് ഇഷ്ടമുള്ളവരെ ലേലത്തിൽ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകുമെന്നുമാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിൻ്റെ പുതിയ വിശദീകരണം. ഈ വിഷയത്തിൽ പാക് താരങ്ങൾക്ക് ഒന്നും പറയാൻ വയ്യാത്ത സ്ഥിതിയാണ്. 100 ഡീൽ സ്വപ്നം കാണുന്ന അവർക്ക് ഇന്ത്യൻ ഉടമകൾ തങ്ങളെ വാങ്ങണമെന്ന് പറയാനും വയ്യാത്ത അവസ്ഥ. ലേലത്തിലുള്ള 8ൽ 4 ടീമുകൾ തങ്ങളെ നിശബ്ദമായി പരിഗണിക്കാതിരിക്കുമ്പോൾ തങ്ങളുടെ ലേലമൂല്യം കുത്തനെ ഇടിയുമെന്നും അവർ കരുതുന്നു. മറ്റെല്ലാ രാജ്യങ്ങളും IPL അടക്കമുള്ളവ കളിച്ച് പണമുണ്ടാക്കുമ്പോൾ അവരുടെ ആകെയുള്ള വരുമാന സ്രോതസ്സാണ് നഷ്ടമാകുന്നത്. നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ മറ്റു രാജ്യങ്ങളിലെ ലീഗുകളിൽ കളിക്കാത്തതിനാൽ തന്നെ മറ്റു ലീഗുകൾ പാകിസ്ഥാൻ താരങ്ങളെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പാക് ആരാധകരുടെ പിന്തുണയിലൂടെ തങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ഗാലറി റവന്യൂ ഉയർത്താമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ബിഗ് ബാഷിൽ ബാബർ റിസ്വാൻ അടക്കമുള്ളവരെ എത്തിച്ചത് ഇത്തരമൊരു കരുതലായിരുന്നു. എന്നാൽ പാക് താരങ്ങൾ ബിഗ് ബാഷ് ഫ്രാഞ്ചൈസികളെ അമ്പയെ നിരാശപ്പെടുത്തുന്നതും കണ്ടു. 100 നടക്കുന്ന സമയത്ത് വിൻഡീസുമായി ടെസ്റ്റ് പരമ്പരയുള്ളതിനാൽ ബാബറും റിസ്വാനും 100ൽ പേര് നൽകിയിട്ടില്ല. പാകിസ്ഥാൻ താരങ്ങൾക്ക് പുറമെ മുസ്തഫിസുർ അടക്കമുള്ള ബംഗ്ലാ താരങ്ങളും 100ൽ ലേലപ്പട്ടികയിലുണ്ട്. പാക് താരങ്ങളെ ഇന്ത്യൻ ഫ്രാഞ്ചൈസികൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും അതൊരു പ്രശ്നമാകുമെന്ന് ഉറപ്പാണ്.